السلام عليكم وسلم. ورحمة الله وبركاته. والسلام ورحمة الله عليكم السلام وبركاته. ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها، ألا وهي تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന ദുറൂസുൽ ലുഗത്തുൽ അറബിയ, അറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. هل تذكرون أين وقفنا? എവിടെ നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? പേജ് നമ്പർ സഫ്ഹ റഖം رقم الصفحة 404 صح أو 105. درس الدرس 18. أكملنا الدرس 18. أكملنا اليوم. أكملت لكم കേട്ടിട്ടുണ്ടല്ലോ. أكملنا എന്ന് പറഞ്ഞാൽ completed. We have completed. درس 18 18 തീർന്നു. ഓക്കെ, നിങ്ങൾക്ക് റിവിഷനൊക്കെ തരുന്നുണ്ട് ടീച്ചർ. എല്ലാവരും എക്സസൈസ് ഒക്കെ എഴുതിയിട്ടിട്ട് അതിന്റെ മാർക്ക് കിട്ടുന്നുണ്ടോ? എക്സസൈസ് എഴുതിയിരുന്നില്ലാരും? മാർക്ക് കിട്ടുന്നില്ലേ? മാർക്ക് നോക്കും, അത്രയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. വിളിക്കാറുണ്ട്. മാഷാ അല്ലാ വിളിക്കാറുണ്ട്. അപ്പൊ എല്ലാം കോപ്പറേറ്റീവ് അല്ലേ? ടീച്ചർ കോപ്പറേറ്റീവ് ആണ്. ഓക്കെ, ശരി. ഇനി നമ്മള് സംഖ്യയുടെ ആഴത്തിലേക്ക് പോവുകയാണ്. ആഴത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലേക്കല്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. സംഖ്യ എണ്ണമാണ് നമ്മൾ 1-2 ക്ലാസ്സുകളിൽ പഠിച്ചത്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 18ാമത്തെ പാഠത്തിലൊക്കെ നമ്മൾ എണ്ണം പറഞ്ഞായിരുന്നു. അപ്പോ വാഹിദ് പറഞ്ഞു, വാഹിദും മിസ്നാനിയും പറഞ്ഞു അല്ലേ? വാഹിദും മിസ്നാനിയും പറഞ്ഞു. അല്ലെങ്കിൽ ഒരു വസ്തു കൊണ്ട് നമുക്ക് അത് ഒന്നാണ് എന്നും പറഞ്ഞു, 2 ഉണ്ടെങ്കിൽ 2ഉം പറഞ്ഞു. വലിയ അഹുൻ എന്ന് പറഞ്ഞു, കം അഹൻ എന്ന് വെച്ചപ്പോൾ അഹുൻ വാഹിദൻ എന്ന് പറഞ്ഞു. അപ്പോ ഒരു സഹോദരൻ. പിന്നെ ഉഖ്തിനെ കുറിച്ച് ഉഖ്താനി പറഞ്ഞു. അപ്പോ ആനി ഉയർത്താൽ ദ്വിവചനമാകും എന്ന് പറഞ്ഞു. അതേപോലെ അവൻ എന്നതിന് ഹുവ ഉപയോഗിക്കും, അവർ 2 പേരെന്നതിന് ഹുമ ഉപയോഗിക്കും. ഇതും പറഞ്ഞു. എവിടെ മുതൽ അങ്ങോട്ട് കുറെ കൂടി ശ്രദ്ധ വേണം നിങ്ങൾക്ക് കേട്ടോ. അതായത് നമ്മൾ ഓരോ പടിയും ഓരോ പാഠവും കടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് കയറുകയാണ്. അപ്പൊ താഴെ എന്തുണ്ടാവും? വെയിറ്റ് കൂടും. നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനെ കണക്കാക്കിയാൽ മതി. ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഫൗണ്ടേഷൻ നന്നായിട്ട് ബലപ്പിക്കും, കാരണം അതിന്റെ മുകളിലാണ് നമ്മൾ കയറി പോകും. അപ്പൊ നമ്മൾ ഓരോ പാഠവും കടക്കുമ്പോൾ ഓരോ ലെസനും ഓരോ ഫ്ലോറായിട്ട് കണക്കാക്കും. ഒരു ഫ്ലോർ കയറി പോകുമ്പോൾ താഴത്തെ ഫ്ലോറിന് വെയിറ്റ് കൂടും അല്ലേ? പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും വെയിറ്റ് താഴത്തേന് കൂടും. ഓരോന്നും കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഴയ പാഠങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. പഴയ പാഠം 1 ബിഫോർ അനദർ ആണ് റിവൈസ് ചെയ്യേണ്ടത്. പാഠം റിവൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 1 ബിഫോർ അനദർ, 1 ബിഫോർ ദി അതർ. നമ്മൾ 1ാമത്തെ പാഠം അല്ലല്ല റിവൈസ് ചെയ്യേണ്ടത്. ആദ്യം പഠിക്കുമ്പോൾ 1ാമത്തെ പാഠം അല്ല റിവൈസ് ചെയ്യുന്നത്. ഇപ്പൊ 19ാമത്തെ പാഠം പഠിക്കുമ്പോൾ
19ാമത്തെ പാഠം ഇന്ന് എടുക്കുന്ന പാഠം ആദ്യം റിവൈസ് ചെയ്യണം. വിതിൻ 1 hour റിവൈസ് ചെയ്യണമെന്നാണ് തിയറി കേട്ടോ. പറഞ്ഞിട്ടുള്ള റിവിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ബുക്ക് എടുത്തു. അപ്പൊ ഈ ബുക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ബുക്ക് പഠിച്ചു, രണ്ടാമത്തെ ബുക്കായി, അതിനടുത്ത ബുക്ക് പഠിച്ചു, മൂന്നാമത്തെ. അപ്പൊ ഏതാ മുകളിലുള്ളത്? റെഡാണ് മുകളിലുള്ളത് അല്ലേ? അപ്പൊ നമ്മള് ഏറ്റവും അടിയിലെ റിവൈസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? പാടായിരിക്കും. അടിയിലെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറിയിലുള്ളത്. അതെന്ത് ചെയ്യണം? അത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം അത് ആദ്യം റിവൈസ് ചെയ്യണം. വിതിൻ 1 hour റിവൈസ് ചെയ്യണമെന്നാണ്. ഇത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റി വെച്ചാലേ അടുത്തത് റിവൈസ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചതാണ് അടുത്തത് വരുന്നത്. അത് റിവൈസ് ചെയ്യണം. അത് റിവൈസ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ അതിന്റെ തൊട്ട് മുമ്പ് പഠിച്ചത് വരും. ഇങ്ങനെയാണ് നമ്മുടെ മെമ്മറി, ബ്രെയിനിന്റെ മെമ്മറി എന്ത് ചെയ്യുന്നത്? മെമ്മറിയിൽ സേവ് ചെയ്യുന്നത്. ഓരോ ലെയർ ആയിട്ടാണ്, അടുക്കടുക്കായിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 19ാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞാൽ 19ാമത്തെ പാഠം വിതിൻ 1 hour റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോ ക്ലാസ് രാത്രി ആയതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യണം, ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കണം എന്ന് പറയാൻ ഞാൻ എന്തിനാ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നന്നേ ചുരുങ്ങിയത് നെക്സ്റ്റ് ഫജറിനെങ്കിലും അടുത്ത ദിവസം ഉറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പാഠം ഒന്ന് ഓടിച്ചെങ്കിലും നോക്കണം. നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ ചിലവഴിക്കുന്ന പണം, സമയം, അധ്വാനം ഇതിന് ഉപയോഗം വരണമെങ്കിൽ നിങ്ങൾ നാളെ നേരമ്പളത്തെ ആദ്യം ചെയ്യേണ്ടത് ഇത് ഒന്ന് ഓടിച്ചെന്നെങ്കിലും നോക്കണം. സമയം കിട്ടുന്നതിനനുസരിച്ച് പൂർണ്ണമായിട്ട് നോക്കുക. സമയം കുറവാണെങ്കിൽ എന്തായാലും ഓടിച്ച് നോക്കണം. അത് നോക്കിയില്ലെങ്കിൽ ഉപയോഗമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 19ാമത്തെ പാഠം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് 18ാമത്തെ പാഠം റിവൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ആഴ്ചയിൽ സമയമുണ്ടെങ്കിൽ 18ാമത്തെ പാഠം റിവൈസ് ചെയ്തു. ഈ ആഴ്ചയിൽ തന്നെ വീണ്ടും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 17ാമത്തെ പാഠമാണ് റിവൈസ് ചെയ്യുന്നത്. പിന്നെ സമയമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിന് മുമ്പ് ചിലപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ് എന്താണ്? എന്താ ആഴ്ച? ട്യൂസ്ഡേ. അപ്പൊ അടുത്ത ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ട്. അപ്പോ അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് വീണ്ടും സമയമുണ്ടെങ്കിൽ 19, 18, 17, 16, 15 ഇങ്ങനെയാണ് പാഠം റിവൈസ് ചെയ്തുകൊണ്ട്. അപ്പോ അടുത്ത ആഴ്ച വരുമ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യണം? 19 റിവൈസ് ചെയ്യണം, പിന്നെ 18 വേണം, പിന്നെ 17 വേണം, പിന്നെ 16 വേണം. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്താൽ പിന്നീട് റിവൈസ് ചെയ്യാൻ കുറച്ച് സമയം മതി. അപ്പം വേഗം റിവൈസ് ചെയ്ത് പോകണം. അപ്പോ തീരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ ദിവസം ലീവ് എടുത്ത് മെനക്കെട്ടിരിക്കണം. അതേ പറ്റൂ. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ റിവൈസ് ചെയ്യണമായിരുന്നു. ഓരോന്നും നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അടുത്ത പാഠം എടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ പാഠത്തിന് വെയിറ്റ് കൂടും. പക്ഷേ അത് എളുപ്പമാണ്. മഹാദാ കിതാബിൽ എന്നൊക്കെ പറഞ്ഞു എളുപ്പമാണ് സംഭവം. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതേ പോളിസി സ്വീകരിക്കണം. നിങ്ങൾക്ക് റിവിഷൻ തരുന്നുണ്ട്. അപ്പം ഡബിൾ വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ഥാപനത്തിന്റെ കീഴിൽ നിന്നും ഡബിൾ വർക്ക് ചെയ്യും. ഞാൻ ക്ലാസ് എടുക്കുന്നു, പോരാതെ ഒരാളെ ചെയ്തിട്ടുണ്ട്. ആള് വോളണ്ടിയർ അല്ല, പെയ്ഡ് സ്റ്റാഫാണ്. നമ്മളൊരാളെ മെനക്കെട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. ഈ പാഠം തീരും 24 പാഠമാണ്. 26 കഴിഞ്ഞാൽ ഉടനെ പരീക്ഷയ്ക്ക് പ്രവേശിക്കണം. ഒരാഴ്ച റിവിഷൻ. ശരി. അപ്പോ 1 എന്ന് പറയുമ്പോ അഹുൻ അല്ലെങ്കിൽ കിതാബുൻ എന്ന് പറയുമ്പോൾ ഒരു കിതാബ്. വേണമെങ്കിൽ കിതാബുൻ വാഹിദൻ എന്ന് പറയാം. വേണമെങ്കിൽ പറഞ്ഞാൽ മതി കിതാബുൻ വാഹിദ്. രണ്ടാമത് പറഞ്ഞപ്പോഴത്തേക്ക് കിതാബാനി, 2 എണ്ണം. അടുത്തതാണ് ഇനി പറയാൻ പോകുന്നത്. ദർസു താശ അൽമുദീർ കം താലിബൻ ജദീദൻ ഫീ ഫസ്ലിക യാ ശൈഖ്. കം താലിബൻ ജദീദൻ. കം നമ്മൾ നേരത്തെ പറഞ്ഞു. കം എന്ന് കഴിഞ്ഞാൽ എന്ത് വരും? How many? ആ, കം വരുമ്പോഴത്തേക്ക് എന്ത് വരും? ശേഷം വരുന്നത് വരും. ഏകവചനമായിരിക്കും വരിക. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. കമ്മിന് ശേഷം ഏകവചനമായിരിക്കും വരിക. അത് വത്തഹ തൻവീൻ കൊടുത്തിട്ടായിരിക്കും വരിക. കം താലിബൻ ജദീദൻ.
ക്യാം താലിബൻ, താലിബിന്റെ വിശേഷണമാണ് ജദീദ്. ക്യാം താലിബൻ ജദീദൻ ഫീ ഫസ്ലിക്ക, നിന്റെ ക്ലാസ്സിൽ. യാ ഷെയ്ഖു, നമ്മൾ ഫസലിക്ക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഫസലിന് കെസറാണ്, കാരണം ഫീ വന്നുകൊണ്ട്. പിന്നെയും പറഞ്ഞു തരേണ്ട കാര്യമില്ല. യാ ഷെയ്ഖു, ഫസൽ എന്ന് പറഞ്ഞ ക്ലാസ്, ഫസൽ എന്ന് പറഞ്ഞാൽ ഗണ്ണിക എന്ന് അർത്ഥമുണ്ട്. ഒരു പീസ് എന്നും അർത്ഥമുണ്ട്, ഒരു പീസ്, ഒരു കഷണം ഫസൽ. നമ്മൾ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനും ഉപയോഗിക്കാം. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കഷണമല്ല, ഒരു ക്ലാസിഫിക്കേഷൻ, ഡിവൈഡ് ചെയ്തിട്ടൊരു വിഭാഗം. ഭാഗം എന്ന അർത്ഥത്തിൽ ഭാഗം എന്ന് ഉപയോഗിക്കാം. ഇവിടെ എന്താണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ക്ലാസ് എന്നാണ് ഫീ ഫസൽ. ഫീ ഫസലിലേക്ക് ഷേഖോ. അപ്പോ ഷേഖിനോട് ചോദിച്ചാണ്, മുദീർ ഹെഡ് മാസ്റ്റർ അധ്യാപകനോട് ചോദിക്കുക. അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്യും, അവര് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഷേഖ് എന്ന് പറയും. ഹെഡ് മാസ്റ്റർ താഴെയുള്ള ആളെ എന്ത് ചെയ്യണം, അയാളെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പറയും. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ആളുടെ പേര് വിളിക്കാം, കുഴപ്പമില്ല, പക്ഷെ എന്നാലും എന്താണ്, അയാളുടെ വിജ്ഞാനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ചിലപ്പോൾ പ്രായത്തിൽ കൂടിയ ആളാണെങ്കിൽ, ചിലപ്പോൾ പ്രായത്തിൽ കുറഞ്ഞ. അവരെങ്ങനെയാണ്, പ്രിൻസിപ്പൾ മുതിർന്ന ആളാണെങ്കിൽ പോലും താഴെയുള്ള ആളെ ഷേഖു എന്ന് വിളിച്ചിട്ടാണ്. അതിനാലെ കുട്ടികളും എന്ത് ചെയ്യുള്ളൂ, അവരെ അങ്ങനെ ബഹുമാനിക്കുള്ളൂ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം. റെസ്പെക്റ്റിന്റെ കാര്യത്തിൽ അറബികളെ വെല്ലാൻ വേറെ ആരില്ല. അൽ മുദരിസ്, അപ്പൊ മുദരിസ് പറഞ്ഞു, ഫീഹി അശറത്തു തുല്ലാബിൻ. അശറത്തു, അപ്പൊ നമ്മൾ നേരെ ടോപ്പിലേക്കാ പോയത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന എണ്ണത്തിന്റെ ടോപ്പാണിത്. ഈ പറഞ്ഞ് പഠിക്കുന്ന എണ്ണത്തിന്റെ ടോപ്പാണ് അശറത്തു. അശറത്തിന് ഷീൻ എന്താണ്, ഫതഹാണ്. ഷീന് ഫതഹാണ്. അതേപോലെ താഴുണ്ട്, അശറത്തു. പിന്നെന്താണ്, തുല്ലാബിൻ. തുല്ലാബ് എന്താണ്, പുല്ലിംഗമാണോ വിദ്യാർത്ഥികൾ. സ്ത്രീലിംഗമാണോ? പുല്ലിംഗം. പുല്ലിംഗം. അപ്പൊ പുല്ലിംഗത്തിന്റെ കൂടെ എന്ത് വേണം, അശറത്തു, താവൻ. ഓക്കെ, 10 വരെ. ഫിഹി അശറത്തു തുല്ലാബിൻ. അപ്പൊ 10 വരെ എന്ത് വേണം, ബഹുവചനം വേണം. നേരത്തെ നമ്മൾ പറഞ്ഞത് അഹുൻ വാഹിദുൻ, പിന്നെ അല്ലെങ്കിൽ കിതാബാൻ, ഉഖ്താനി എന്നൊക്കെ പറഞ്ഞു. അഹന്റെ ദ്വിവചനം എന്തായിരുന്നു പറഞ്ഞത്? അഹന്റെ ദ്വിവചനം ഇഖ്വാനുൻ. അഹന്റെ ദ്വിവചനം ആ, അഹവാൻ. അഖവാത്തി. അഖവാൻ. അഖവാത്തി. അഖവാൻ. ടേക്ക് കെയർ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാഠത്തിൽ പ്രത്യേകം പറഞ്ഞതാണ്, എക്സസൈസ് ചെയ്തിട്ട്. അഖവാനു ഇഖ്വാനു. ആ, അത് എളുപ്പമുണ്ട്. അഖവാനി. നീന. അഖവാനു എന്നല്ല, അഖവാനി. ഓക്കെയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ സഹോദരന്മാർക്കോ? ഉഖ്തു. ഇഖ്വാനും, ഇഖ്വാനും, അല്ലെങ്കിൽ യഹ്വത്തുൻ. ഓക്കെ, ഇവിടെ വരുന്നത് ഫീഹി അശറത്ത് തുല്ലാബുൻ. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് അശറത്ത് എന്ന നമ്പർ, കൗണ്ട്, എണ്ണം അല്ലെങ്കിൽ സംഖ്യ. അശറത്ത് ആരെയാണ് എണ്ണുന്നത്? തുല്ലാബിനെയാണ് എണ്ണുന്നത്. ആണുങ്ങളെ എണ്ണുമ്പോൾ 3 മുതൽ ഉള്ള സംഖ്യയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. 3 മുതലുള്ള സംഖ്യ. 3 മുതൽ 10 വരെ എന്ത് വേണം? പ്ലൂറൽ വേണം. പ്ലൂറൽ വേണം. അശറത്തു തുല്ലാബിൻ. താലിബിന്റെ ബഹുവചനമാണ് തുല്ലാബിൻ. പ്ലൂറൽ വേണം. അതേപോലെ സംഖ്യക്ക് എന്ത് വേണം? സംഖ്യ സ്ത്രീലിംഗമാക്കാം. പുല്ലിംഗത്തിന് സംഖ്യ സ്ത്രീലിംഗമാക്കാം. അശറത്തു തുല്ലാബിൻ. ഓക്കെ. പിന്നെ തുല്ലാബിന്റെ വിശേഷണമാണ് ജുദുദ്. ജദീദിന്റെ ബഹുവചനം ജുദുദ്. പ്രമോളത്തിനുണ്ട് ജദീദ്, താലിബൻ ജദീദ്. താലിബിന്റെ ബഹുവചനമാണ് തുല്ലാബ്, ജദീദിന്റെ ബഹുവചനമാണ് ജുദുദ്. ജുദുദുൻ. ഈ തുല്ലാബിൻ എന്ന് വരാൻ കാരണം? അത് രണ്ടാമത് ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കുക. അപ്പൊ സംഖ്യ 10 വരെ എന്ത് ചെയ്യും, നമ്മള് സംഖ്യ പറഞ്ഞിട്ട് എണ്ണപ്പെടുന്ന വസ്തുവിന് കെസ്ർ കൊടുത്താണ് പറയേണ്ടത്. എണ്ണപ്പെടുന്ന വസ്തുവിന് കെസ്ർ കൊടുത്താണ് പറയേണ്ടത്. അശറത്തു തുല്ലാബിൻ.
ഓക്കെ. നേരത്തെ അഹുൻ വാഹിദുൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു എന്തില്ല, ഗ്രാമറ്റിക്കൽ റൂൾ ഒന്നും അവിടെ ഇല്ല. അഹുൻ വാഹിദുൻ, അഹുന് ലമ്മാണ്, വാഹിദിനും ലമ്മാണ്. ഓക്കെ. 3 മുതൽ 10 വരെ എന്ത് ചെയ്യണം? 3 മുതൽ 10 വരെ ആണാണെങ്കിൽ അതിന്റെ ഒന്ന് ബഹുവചനം കൊടുക്കണം, 2 ആണാണെങ്കിൽ സ്ത്രീലിംഗ പദം ഉപയോഗിക്കണം, സംഖ്യക്ക് സ്ത്രീലിംഗ പദം ഉപയോഗിക്കണം. ബഹുവചനം കൊടുത്തിട്ട് കെസറാണ് കൊടുക്കുന്നത് 3 മുതൽ 10 വരെ. അശറത്തു തുല്ലാബിൻ. ഓക്കെ. ഇത് ഈ പാഠം ഇന്ന് അല്ലെങ്കിൽ നാളെ സുബൈക്ക് മസ്റ്റായിട്ട് റിവൈസ് ചെയ്തിരിക്കണം. എത്ര വരെ പഠിപ്പിച്ചാലും, ഞാൻ ഒരുപാട് പഠിപ്പിക്കൂല ഇന്ന്, എത്ര പാഠം തീർന്നാലും തീർന്നില്ലെങ്കിൽ എത്ര വരെ പഠിപ്പിക്കുന്നോ അത് റിവൈസ് ചെയ്ത് നന്നായിട്ട് ഉറപ്പിക്കണം. നാളെ എന്തായാലും റിവൈസ് ചെയ്യണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തീർന്നില്ല. ഫസ്റ്റ് റിവിഷൻ ആഫ്റ്റർ 1 hour, സെക്കൻഡ് റിവിഷൻ ആഫ്റ്റർ 1 day. നാളെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പാഠം റിവൈസ് ചെയ്യണം. അപ്പൊ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് റിവൈസ് ചെയ്താൽ അത് ഒരു റിവിഷനായി. നാളെ വീണ്ടും റിവൈസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്താൽ മതി? ഇന്ന് കിടക്കുന്നതിന് മുമ്പേ ഫുള്ളായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ റിവൈസ് ചെയ്താൽ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് റിവൈസ് ചെയ്താൽ മതി. ഉറപ്പായിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഉറപ്പ് വരുത്തണം. ഉറപ്പായാൽ പിന്നീട് ക്ലാസ്സിന് മുമ്പ് റിവൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റിവിഷൻ ആഫ്റ്റർ 1 hour, സെക്കൻഡ് റിവിഷൻ ആഫ്റ്റർ 24 hours, തേർഡ് റിവിഷൻ ആഫ്റ്റർ 7 days, ഫോർത്ത് റിവിഷൻ ആഫ്റ്റർ 1 month, നെക്സ്റ്റ് റിവിഷൻ ആഫ്റ്റർ 6 months. ഇതാണ് റിവിഷന്റെ സിസ്റ്റം. ഈ റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഓർമ്മയ്ക്കുള്ളൂ. അല്ലാതെ എനിക്ക് മറന്നു പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. മറവി ഈസ് അലോങ് വിത്ത് ദ എന്താ പറയാ, മറവിയും മനുഷ്യനും എന്താണ്, ട്വിൻസ് ആണെന്നാണ് പറയുന്നത്. മറവിയും മനുഷ്യനും ട്വിൻസ് ആണ്, 2 ഇരട്ടപ്പെട്ട സന്തതികളാണ്. അതുകൊണ്ടാണ് ഇൻസാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻസാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാസ് എന്ന് പറഞ്ഞാലും എന്താ? നാസ് എന്ന് പറഞ്ഞാലും മറന്നവൻ എന്നാണ്. നാസ് എന്ന് പറഞ്ഞാലും നസിയ മറന്നു, നാസ് മറക്കുന്നവൻ. അപ്പൊ എന്ത് ചെയ്യണം? മറവി സ്വാഭാവികമാണ്, റിവിഷൻ അല്ലാതെ സൊല്യൂഷൻ ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞ മെമ്മറി മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യണം. അത് നമ്മൾ നെറ്റ് കിടപ്പുണ്ട്, മുമ്പ് പറഞ്ഞിട്ടില്ല. ഓക്കെ. ഫീഹി അഷറത്ത് തുല്ലാബിൻ. അപ്പൊ സംഖ്യയും എണ്ണവും എന്ത് ചെയ്യണം? ചേർത്ത് വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ 1 1 2 2 4 4 3 2 6 എന്ന് പറയുമല്ലോ. 24 24 8 4 എത്ര എന്നൊക്കെ ചോദിക്കും. പിന്നെ അപ്പൊ അതേപോലെ എന്താണ്, ഈ സംഖ്യയും ഇതിനോട് ചേർന്ന് വരുന്ന പദവും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അൽമുദീർ ഹെഡ്മാസ്റ്റർ പിന്നെ ചോദിച്ചു, മീൻ ഐന ഹോം, ഫ്രം വേർ ആർ ദേ, ഓർ വേർ ആർ ദേ ഫ്രം, അവരെവിടെ നിന്നുള്ള ആൾക്കാരാണ്. മീൻ ഐന ഹോം. മീൻ ഐന, മീൻ വന്നാൽ ഐനയ്ക്ക് കെസർ കൊടുക്കൂല കേട്ടോ. ഐന എപ്പോഴും അന്ത്യമുറച്ചതാണ്. അപ്പൊ നമ്മളെ നോട്ട്ബുക്കിന്റെ ഒരു ഭാഗത്ത് അന്ത്യമുറച്ച പദങ്ങൾ എഴുതി വെക്കും. നോട്ട്ബുക്കിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് അന്ത്യമുറച്ച പദങ്ങൾ, അതിലൊന്നാണെന്ത്? ഐന. അതിന് എപ്പോഴും ഐന തന്നെ ആയിരിക്കും. ഐനും ഒന്നും വരില്ല. മിൻ വന്നാലും ഐന. മിൻ വന്നാലും ഐന തന്നെ. അപ്പൊ മിൻ ഐന ഹോം, അവര് എവിടെ നിന്നുള്ളവരാണ്? കുല്ലുഹും മീൻ ബലദിൻ വാഹിദിൻ. കുല്ലുഹും അവരെല്ലാവരും, കേട്ടാ, കുല്ലുഹും അവരെല്ലാവരും. ഈച്ച് ഓഫ് ദം എന്നാണ് ശരിക്കും അർത്ഥം. അവരിലുള്ള ഓരോരുത്തരും എന്നാണ്. കുല്ലിന്റെ അർത്ഥം ഈച്ച് വൺ എന്നാണ്. മലയാളത്തിൽ എല്ലാം എന്നൊക്കെ പറയാം. കുല്ലുഹും ഓൾ ഓഫ് ദം എന്നൊക്കെ പറയാൻ കുഴപ്പമില്ല. പക്ഷെ കുല്ലിന്റെ അറബി യൂസ് ചെയ്യുന്ന പറയുന്നത് കുല്ല് ഏകവചനം. കുല്ലുഹും മിൻ ബലദിൻ വാഹിദിൻ, അവരെല്ലാവരും ബലദിൻ വാഹിദിൻ, ഒരു നാട്ടിൽ നിന്നുള്ള ആളാണ്. അൽമുദരിസ് ലാ ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. മുഖ്തലിഫത്തിൻ വേരിയസ്, മുഖ്തലിഫത്തിൻ വേരിയസ്, വ്യത്യസ്ത. അവരെല്ലാവരും വ്യത്യസ്ത നാട്ടിൽ നിന്നുള്ളവരാണ്.
ബലദിൻ ബിലാദ്, ബലദിന്റെ ബഹുവചനമാണ് ബിലാദ്. മിൻഹും സലാസത്തു തുല്ലാബിൻ മിനൽ ഫിലിപ്പീൻ. അപ്പൊ നമ്മൾ ആദ്യം 10 പറഞ്ഞിട്ട് പിന്നെ 3ലേക്ക് പോവുകയാണ്. കാരണം 1ഉം 2ഉം കഴിഞ്ഞ പാടത്ത് പഠിച്ചു. 1 ബലദിൻ വാഹിദുൻ, 2 ബലദാനി, പിന്നെ സലാസത്തു തുല്ലാബിൻ. അപ്പൊ ത്വാലിബിൻ വാഹിദുൻ, ത്വാലിബാനി, പിന്നീട് സലാസത്തു തുല്ലാബിൻ. അപ്പൊ സലാസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗമാണ്, അതായത് താ ചേർന്ന പദമാണ്. തുല്ലാബ് ആണുങ്ങളാണ്, ബോയ്സ്. തുല്ലാബ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ആണ്, ബോയ്സ് സ്റ്റുഡൻസ് ആണ്, മെയിൽ സ്റ്റുഡൻസ്. അപ്പൊ സലാസത്തു തുല്ലാബിൻ മിൻഹും സലാസത്തു തുല്ലാബിൻ മിനൽ ഫിലിപ്പീൻ. അവരിൽ നിന്നും 3 സ്റ്റുഡൻസ് ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാണ്. ഇംഗ്ലീഷിൽ അറബി പറയുമ്പോൾ മിനൽ ഫിലിപ്പീൻ, ഇംഗ്ലീഷ് പറയുമ്പോൾ ഫിലിപ്പീൻസ്. അവർ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാണ്. വ അർബഅത്തു തുല്ലാബിൻ, 4 സ്റ്റുഡൻസ്. അർബഅത്തു തുല്ലാബിൻ, അർബഅത്ത് സ്ത്രീലിംഗമാണ്, തുല്ലാബ് പുല്ലിംഗമാണ്, ബഹുവചനമാണ്, കസ്ർ വരും. അർബഅത്തു തുല്ലാബിൻ മിനൽ യാബാനി, മിനൽ യാബാനി, മിനൽ ഫിലിപ്പീനി, മിനൽ യാബാനി. അവിടെയൊക്കെ മിന്നു വന്ന കസ്ർ കൊടുക്കണമെന്ന് എങ്ങനെ മനസ്സിലായി? സ്ഥലപ്പേര് അറബിയാണോ ഇംഗ്ലീഷാണോ എന്ന് നമ്മൾ നോക്കണ്ട. അൽ വരുന്ന പദങ്ങൾക്കെല്ലാം കസ്ർ സ്വീകരിക്കും കേട്ടോ. അൽ വരുന്ന പദം കസ്ർ സ്വീകരിക്കും. അപ്പൊ മിനൽ ഫിലിപ്പീനി, മിനൽ യാബാനി, അർബഅത്തു തുല്ലാബിൻ മിനൽ യാബാനി, 4 സ്റ്റുഡൻസ് ജപ്പാനിൽ നിന്നുള്ളതാണ്. ത്വാലിബാനി, 2 സ്റ്റുഡൻസ്. ത്വാലിബിൻ വാഹിദുൻ ഒരാള്, ത്വാലിബാനി 2 സ്റ്റുഡൻസ്. ത്വാലിബാനി മിന സ്വീൻ, എന്റെ പേര് എവിടെ നിന്നാണ്? സ്വീൻ എവിടെ? ചൈന. ചൈന. ആ, ചൈനയിൽ നിന്നുള്ളവരാണ്. ത്വാലിബുൻ വാഹിദുൻ മിനൽ മാലീഷ്യ, ത്വാലിബുൻ വാഹിദുൻ ഒരു സ്റ്റുഡന്റ് ഇത് കുറെ കാര്യങ്ങൾ പഠിച്ചു. മുഖ്തലിഫത്ത് പഠിച്ചു, ലാസ്റ്റ് തുല്ലാബിൻ 3 പഠിച്ചു, അർബഅത്തു തുല്ലാബിൻ 4 പഠിച്ചു, പിന്നെ ത്വാലിബാനി 2 പഠിച്ചു, ത്വാലിബിൻ വാഹിദുൻ ഏകവചനം പഠിച്ചു. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഉറക്കെ വായിച്ചെന്ന് പഠിക്കണം. ഉറക്കെ വായിച്ച് പഠിച്ചാൽ ഉറച്ചവിടെ ഇരുന്നു. തെറ്റിപ്പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. അൽമുദീർ അഫീ ഫസലിക ത്വാലിബൻ മിൻ അംരീക, അംരീക അമേരിക്കയിൽ നിന്നുള്ള സ്റ്റുഡൻസ് വല്ലവരും ഉണ്ടോ? ആ ഫീ ഫസലിക്ക, ആ ഉണ്ടോ? ഫീ ഫസലിക്ക, നിന്റെ ക്ലാസ്സിൽ. ത്വാലിബൻ മിൻ അംരീക, വല്ല സ്റ്റുഡന്റും ഉണ്ടോ? ത്വാലിബൻ മിൻ അംരീക, അമേരിക്കയിൽ നിന്നുള്ള ഏതെങ്കിലും സ്റ്റുഡന്റ് ഉണ്ടോ? അൽമുദരിസ് നാം, യെസ്. അപ്പോ ആ ചേർത്ത് ചോദിച്ചതുകൊണ്ടാണ് നാം എന്ന് മറുപടി പറയുന്നത്. ആ ഉണ്ടോ? നാം, അതെ ഉണ്ട്. ഫീഹി സബഅതു തുല്ലാബിൻ, അതില് സബഅതു തുല്ലാബിൻ 7 സ്റ്റുഡൻസ് മിൻ അമേരിക്ക, അമേരിക്കയിൽ നിന്ന്. അൽമുദീർ അഹും ജുദുദുൻ, അഹും അവർ, ജുദുദുൻ ജദീദിന്റെ ബഹുവചനം. ജുദുദാണോ ന്യൂ ആണോ? ആർ ദേ ന്യൂ? അൽമുദരിസ് ലാ, അല്ല. ഹോം ഖുദാമ, അവരെന്താണ്? ഖുദാമയാണ്. ഖദീമിന്റെ ബഹുവചനമാണ് ഖുദാമ. ഖദീമുൻ ഓൾഡ്, ഖദീമുൻ ഓൾഡ്, ഖുദാമ അതിന്റെ ബഹുവചനം. ഖദീമുൻ ഖുദാമ ടെക്സ്റ്റിൽ അവസാനം കൊടുത്തിട്ടുണ്ട്, ഖദീമുൻ ഖുദാമ. അൽമുദീർ كم طالبا في كم طالبا فيه من أوروبا؟ أوروبا يوروب، أوروبا يوروب. كم طالبا فيه، كم طالبا فيه من أوروبا؟ അതിൽ യൂറോപ്പിൽ നിന്ന് എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അൽമുദരിസ് ഖംസത്തു തുല്ലാബിൻ, ഖംസത്തു തുല്ലാബിൻ. ഖംസത്തു സ്ത്രീലിംഗം, തുല്ലാബ് പുല്ലിംഗം, പുല്ലിംഗ ബഹുവചനം. ടെസ്റ്റ് കൊടുത്തു. ഖംസത്തു തുല്ലാബിൻ, അതിൽ 5 സ്റ്റുഡൻസ് ഉണ്ട്. മിൻ ഇംഗൽത്തറ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള. സമാനിയത്ത് തുല്ലാബിൻ, സമാനിയത്ത് തുല്ലാബിൻ
8 സ്റ്റുഡൻസ് മിൻ അൽമാനിയ. അൽമാനിയ എന്താണ്? ജർമ്മനി. ജർമ്മനി, അൽമാനിയ. വസിത്തത്ത് തുല്ലാബിൻ 6 സ്റ്റുഡൻസ് മിൻ ഫിറൻസ, ഫ്രാൻസിൽ നിന്നുള്ളവരാണ്. വത്തിസ്അത്ത് തുല്ലാബിൻ 9 സ്റ്റുഡൻസ് മിൻ ബുസ്നിയ. ബുസ്നിയ അറിയാമല്ലോ, ബോസ്നിയ. ബോസ്നിയ ബോസ്നിയയിൽ നിന്നുള്ളവരാണ്. അത് മതി. ശുക്രൻ യാ ഷേഖ്. താങ്ക് യു സർ. ഇംഗ്ലീഷ് പറഞ്ഞാൽ സർ എന്നാണ്, ഷേഖ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള പ്രയോഗമാണ്. ഗുരുവര്യൻ എന്നൊക്കെ പറയും. ഇതാണ് പാഠം. തമാരീൻ. ഏതാ സ്ഥലപ്പേര് പറഞ്ഞ ലാസ്റ്റ്? അവസാനത്ത് പറഞ്ഞത് ബോസ്നിയ. ബുസ്നിയ. ബോസ്നിയ എന്നാണ് വായിക്കുന്നത് അറബിയിൽ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബോസ്നിയ. ബോസ്നിയ ഹെർസഗോവിന ഒക്കെ കേട്ടില്ലേ? ബോസ്നിയ കേട്ടിട്ടുണ്ടോ? ബോസ്നിയയുടെ ചരിത്രം നമ്മൾ അനിവാര്യമായും പഠിക്കേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ബോസ്നിയ പ്രസിഡന്റ് ഓഫ് ബോസ്നിയ കടിച്ചു നോക്കും. യൂഗോസ്ലാവിയ. അതിൽ യുഗോസ്ലാവിയാണുള്ളത് നിങ്ങളുടെ പുസ്തകത്തിൽ. ശരി, യുഗോസ്ലാവിയ. യുഗോസ്ലാവിയ. അന്ന് പഴയ പുസ്തകത്തിൽ ചിലപ്പോൾ ബോസ്നിയ ആയിരിക്കും ഉണ്ടായിരുന്നു. ബോസ്നിയ നല്ല ബോസ്നിയ പഠിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഓഫ് ബോസ്നിയയുടെ പ്രസംഗമൊക്കെ കിടപ്പുണ്ട്, കേൾക്കണം. ബോസ്നിയ ഹെർസഗോവിന അത് പ്രശ്നമുള്ള സ്ഥലം. ബോസ്നിയന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ബോസ്നിയൻ പ്രസിഡന്റ് അറിഞ്ഞതേ? ചരിത്രം പഠിക്കണം എന്തായാലും. നിങ്ങൾ നെറ്റിൽ സെർച്ച് നോക്കും, പ്രസിഡന്റ് ഓഫ് ബോസ്നിയ അടിച്ചു നോക്കിയാണ്. ഞാൻ അതിന്റെ ലിങ്ക് കിട്ടിയാൽ അയച്ചുതരാം. ശുക്രൻ യാ ഷേഖ്. അപ്പോ നിങ്ങൾക്ക് എന്താണ് യുഗോസ്ലോഫിയ ആണുള്ളത്? യുഗോസ്ലോഫിയ ആണ് യുഗോസ്ലോഫിയ. ഇല്ലാത്തതുകൊണ്ട് ഗൈനാണ് പറയുന്നത്, വൈനാണ് പറയുന്നത്. യുഗോസ്ലാവിയ. പിന്നെ വി എഴുതുന്നിടത്തെല്ലാം ഫായാണ് എഴുതുക. വി വരുന്നിടത്തെല്ലാം അറബിയിൽ ഫായാണ് എഴുതുക. ഡബ്ല്യു ആണെങ്കിൽ വാ എഴുതുക. വി എഴുതുന്നിടത്തെല്ലാം ഫായാണ് എഴുതുക. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് പേജ് നമ്പർ എത്രയാണോ? പേജ് നമ്പർ 105. 105 കഴിഞ്ഞിപ്പോ 106ലേക്ക് പോവാണ്. തമാരീൻ. ഷേഖ് എവിടെ പോയിരുന്നു? തമാരീൻ എത്ര നമ്പർ? തമാരീൻ വാഹിദ്. തംരീൻ വാഹിദ്. അയിന ദഹബ്ത യാ ഷേഖ്? അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല. എവിടെ പോയെന്ന്? എവിടെ പോയി? വന്ന് കേറിയുള്ളൂ. അതന്നെ വൈകി എന്തെന്ന് ചോദിച്ചത്. ഹലോ, വൈകിയതേ എന്തുകൊണ്ടാണെന്ന്. ഓക്കെ, ഇത് ഒരാൾ സ്പീഡിന് വായിക്കൂ, വേഗത്തിൽ വായിക്കൂ. എക്സർസൈസ് നമ്പർ 1. ഇക്ര വക്ത് കൊടുത്തിരിക്കുന്നില്ലേ? ഒരാൾ വേഗത്തിൽ വായിക്കൂ. റഷീദ് സാർ അല്ല, വേറൊരാൾ വായിക്കൂ. ഒരാൾ തന്നെ കംപ്ലീറ്റ് വേഗം വായിക്കും. ثلاثة طلاب، أربعة طلاب، خمسة طلاب، ستة طلاب، سبعة طلاب، ثمانية طلاب، تسعة طلاب، عشرة طلاب. അടുത്തയാള് മെയിൽ ഒരു പ്രശ്നം വായിക്കും. വേഗം വായിക്കും, വേഗം വായിക്കും. ثلاثة طلاب، أربعة طلاب، خمسة طلاب، ستة طلاب، سبعة طلاب، ثمانية طلاب، تسعة طلاب، عشرة طلاب. ഇത് നിങ്ങൾ ഇതേപോലെ വേഗം വായിച്ചു പഠിക്കും. കാരണം അപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് താ വരും, കിസ് വരും. കിസ് വരുന്നത് ഇത് പുല്ലിംഗം വരും. അതെന്താണ് നമ്മൾ മാച്ചിങ് അങ്ങനെ വായിൽ പറഞ്ഞു പഠിക്കലാണ് പഠനം. അല്ലാതെ എന്താണ് നമ്മൾ ചിന്തിച്ച് എന്താണെന്ന് ആലോചിച്ചൊക്കെ പറയുന്നതല്ല. അതല്ല പഠനം. അതുകൊണ്ടാണ് വേഗം പറയാൻ പറ്റും. വേഗം പറഞ്ഞു കൊടുക്കുക. രണ്ടാമത് തിരുത്താനും നിൽക്കണ്ട.
ഇക്ര വക്ര വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരാൾ വായിക്കും. ഹിന്ദി عندي خمسة كتب وثلاثة أقلام. അപ്പൊ എന്റെ അടുക്കൽ എന്തുണ്ട്? 5 പേനയും ഹംസത്ത് കുത്തുബ്. കിതാബ് പുല്ലിംഗമാണ്, ഹംസത്ത് സ്ത്രീലിംഗമാണ്, കുത്തുബ് ബഹുവചനമാണ്. കുത്തുബൻ വസലാസത്തു അഖിലാണ്. അഖിലാമ് ഖുറാനിലുള്ള വാക്കാണ്. 5 പുസ്തകങ്ങളും 3 പേനയും 3 പേനയുണ്ട്. 3 പേനകളുണ്ട്. അസാനി അടുത്തയാൾ വായിക്കും. അന്തി എന്താ? ഖാലിദു ലഹു സിത്തത്തു അബ്നാഉ. ഖാലിദുൻ ലഹു. അടുത്തയാൾ വേറൊരാൾ വായിക്കും. രണ്ടാമത്തെ ഖാലിദുൻ ലഹു എന്നല്ലേ? ഖാലിദു ലഹു വായിക്കൂ. ഒരാൾ വേറെ ഖാലിദുൻ ലഹു സിത്തത്തു അബ്നാഉ. അബ്നാഇ. ആദ്യം വായിച്ച ആളോട് ഞാൻ പറഞ്ഞു വേറൊരാൾ വായിക്കാൻ പറഞ്ഞു. ആദ്യം അടുത്ത് വായിച്ചാൽ വീണ്ടും വായിക്കില്ലേ? ഒരാൾ വായിക്കൂ. ഖാലിദു ലഹു സിത്തത്തു അബ്നാഉ. നിങ്ങളോടാണ് പറഞ്ഞത് വായിക്കേണ്ടത്. രണ്ടാമത് വേറൊരാൾ വായിക്കൂ. ഖാലിദുൻ ലഹു സിത്തത്തു അബ്നാഇ. അബിനാഇൻ. ഖാലിദുൻ എപ്പോഴും ഖാലിദുൻ ആണ്. നമ്മൾ ഒരു നമ്മളൊക്കെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഖാലിദുൻ. പിന്നെ സിത്തത്ത് കഴിഞ്ഞിട്ട് അബിനാഇൻ കേട്ടോ. അബിനാഇൻ. അടുത്ത 3 സലാസ. ആമിനയോട് ലക്ക എന്നാണ് പറയാ. ലക്കി. ചേർത്ത് വായിക്കും. ഒന്നും വായിക്കും. كم أخ لك يا آمنة لي 4 إخوة. لي 4 إخوة. അപ്പൊ ഇവിടെ അർബഅത്തും യഹ്വത്തും ഒരേപോലെയാണല്ലോ തോന്നുന്നത്. പുല്ലിംഗും സ്ത്രീലിംഗം ഒന്നും മാറ്റണ്ടേ? യഹ്വത്ത് ആണാണോ പെണ്ണാണോ? യഹ്വത്ത് ആണാണോ പെണ്ണാണോ? യഹ്വത്ത് ആണാണ് കേട്ടോ. താ ഉള്ളത് കൊണ്ട് പെണ്ണാവില്ല. അർബഅത്ത് പെണ്ണാണ്. അർബഅത്ത് താഴെ ഉള്ളതുകൊണ്ട് പെണ്ണാണ്. അർബഅത്തു യഹ്വത്തിൻ. അപ്പൊ അഹുന്റെ ബഹുവചനത്തിൽ ഒന്ന് എന്താണ്? യഹ്വത്തുൻ. അഹുൻ യഹ്വാനും പറയും, അതേപോലെ യഹ്വത്തുൻ പറയും. അറാബി അടുത്തയാൾ വായിക്കും. ഫിൽ ഉസ്ബൂഇ സബഅത്തു അയ്യാമിൻ. ഫിൽ ഉസ്ബൂഇ സബഅത്തു അയ്യാമിൻ. ഖംസ അടുത്തയാള്. كم ريالا عندك الآن അമ്മാറു. നിങ്ങൾ തപ്പിപ്പിടിച്ച് ശരിയായിട്ട് വായിക്കുന്നു എന്നല്ല വിഷയം. വേഗത്തിൽ വായിക്കുന്നു പറഞ്ഞു കേട്ടോ. തപ്പിപ്പിടിച്ച് ശരിയായിട്ട് വായിക്കുന്നതല്ല. നിങ്ങൾ സ്ലോവിൽ സാവധാനം ശരിയായിട്ട് വായിക്കുന്നതല്ല നല്ലത്. മറിച്ച് തെറ്റാണെങ്കിലും വേഗത്തിൽ വായിക്കുന്നതാണ്. كم ريالا عندك الآن يا عمار. عندي الآن 8 ريالات. عمار. عندي الآن 8 ريالات. അപ്പോ 8 റിയാലിൻ എന്നല്ല പറയാ, റിയാലാത്തിൻ എന്നാണ് പറയാ. റിയാലാത്തിന് റിയാല് പിന്നെ എന്തില്ല, പുല്ലിംഗ ഇതില്ല. റിയാലാത്ത് എന്താണ്? പുല്ലിംഗമായിട്ടാണ് കണക്കാക്കുക. കാരണം അതിന്റെ ഒറിജിനൽ എന്താണ്? ഏകവചനം റിയാല് എന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, റിയാലിനെ പുല്ലിംഗമായിട്ടാണ് പരിഗണിക്കുക. അത് ബഹുവചനം വരുമ്പോൾ റിയാലാത്ത് വരുന്നോണ്ട് സഹോദരിമാരാണെന്ന് വിചാരിക്കും. 8 റിയാലാത്തിൻ. അപ്പൊ 5 റിയാല് കയ്യിലുള്ളവരെടുത്ത് നോക്കിയാൽ മതി. 5 റിയാൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് കയ്യിലുണ്ടാ റിയാല്? സൗദി അറേബ്യയിലുള്ള ആരുണ്ട്? റിയാൽ എടുത്ത് നോക്കിയേ. 5 റിയാൽ ഉണ്ടെന്ന് നോക്കിയേ. 10 റിയാൽ ഉണ്ടെന്ന് നോക്കിയേ. അതെന്താ എഴുതിയിരിക്കും നോക്ക്. അതെനിക്ക് കയ്യിലുണ്ടോ? ദിർഹം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മള് റിയാലാണ് വേണ്ടത്.
ആ എൻ്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ അത് പഴയ വാലറ്റിലാണ്. നീ എടുത്തുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഹംസത്തു റിയാലാത്തിൻ കാണുന്നു അതിൽ. ഹംസത്തു റിയാലാത്തിൻ, അതേപോലെ അശറത്തു റിയാലാത്തിൻ. നിയത്ത് വരുമ്പോൾ വേറെ വ്യത്യാസമുണ്ട്. അത് നിയത്ത് വരുമ്പോൾ എത്രയാണെന്ന് നോക്കുക. റിയാല് നോക്കിയിട്ട് നോക്കുകയാണ് കേട്ടോ. ദിർഹമുള്ളിടത്തും സൗദി റിയാല് കിട്ടും അവിടെ, ഇത് നോക്കിയാൽ മതി. സിത്ത ഒരാൾ വായിക്കും. في هذا الحي تسعة بيوت جديدة. അപ്പൊ ജദീദത്ത് സ്ത്രീലിംഗമാണ്, ബുയൂത്ത് പുല്ലിംഗമാണ്. കാരണം തിസ്അത്തു എന്ന താ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലായി ബുയൂത്ത് പുല്ലിംഗമാണ്. ജദീദത്ത് എന്തായി? സ്ത്രീലിംഗമായി. കാരണം ബുയൂത്ത് ബഹുവചനമായതുകൊണ്ട് അതിന്റെ വിശേഷണം സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാ പറയുന്നത്. ഓക്കെ, സബ വായിക്കും ഒരാള്. هذه السيارة هذه السيارة أبواب. هذه السيارة هذه السيارة لهذه سيارة هذه السيارة മുമ്പ് ഹാദാ ഹാദിഹി വന്നാല് ഹാദാ ഹാദിഹി മാറ്റിയിട്ട് നോക്കണം. ലിഹാദി സയ്യാറത്തി സയ്യാറത്തി കേട്ടാ. അല്ലുള്ള പദത്തിന് മുമ്പ് ഹാദാ ഹാദിഹി വന്നാൽ അർബഅത്തു അബ്വാബിൻ. അപ്പോ ഈ കാറിന് എത്ര വാതിലുണ്ട്? 4 വാതിലുണ്ട്. സമാനിയ വായിക്കുക അടുത്തയാള്. كم ثمن هذا الكتاب കിതാബിന് അടയാളം ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിലും സാമാനുൽ കിതാബിയാണ് കേട്ടോ. സാമാനുൽ കിതാബി ഹാദൽ വന്നാൽ മാറ്റിട്ട് നോക്കാം. സാമാനുൽ കിതാബി പുസ്തകത്തിന്റെ വില, പുസ്തകത്തിന്റെ വില. സാമാനു ഹാദൽ കിതാബി. ബാക്കി വായിച്ചാള്. നിസ്ഫിൻ നിങ്ങൾക്ക് പുതിയ പദമാണോ? ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ നിസ്ഫ്? ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ നിസ്ഫ്? ഖുറാനില് നിസായിലുണ്ട്. അതെല്ലാവർക്കും അറിയാം. കാരണം ഭാര്യമാരെ വിട്ടിച്ച് പോയതിന്റെ പകുതി കിട്ടണം. അതില്ല, ഉറങ്ങുന്ന സമയം പറഞ്ഞപ്പോ പറയുന്നുണ്ടല്ലോ, ഉറക്കത്തിന്റെ സമയം. മുദ്ദസിറിലോ മുസമ്മിൽ ഏതോ പറയുന്നുണ്ട്. മുസമ്മിലാണ് ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുൽസൈൽ ലൈലി വനിസ്ഫഹു വസുൽസഹു വതവാലിക്കും. മാഷാ അല്ലാഹ്, എല്ലാരും ഖുർആൻ നോക്കി വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സമനഹു സബഅത്തു റിയാലാത്തിൻ വനിസ്ഫുൻ. അപ്പൊ അവിടെ എന്താണ്? സബഅത്തു റിയാലാത്തിൻ വനിസ്ഫുൻ, 7 പിന്നെ 7.5 റിയാലുണ്ട്. ആ റിയാലാണ് അതിന്റെ വില. ഈ നിസ്ഫ് എന്ന് നിങ്ങൾ അവിടെ പോയാൽ ചോദിക്കുമ്പോ പറയുമ്പോഴൊന്നും സംസാരത്തിന് നിസ്ഫ് സ്വാദും ഫായൊന്നും കേൾക്കൂല. ഞായുടെ കെസറും കേൾക്കൂല. ന്യൂസ് എന്നാണ് പറയുന്നത്. നിസ്ഫിന്റെ അർത്ഥം പകുതി എന്നൊക്കെ എന്നൊക്കെ പറയും. നിസ്ഫിന്റെ അർത്ഥം പകുതി വരക്കും അസ്വാജുക്കും. ഭാര്യമാര് വിട്ടിച്ച് പോയതിന്റെ പകുതി കിട്ടണമെങ്കിൽ നിസ്ഫ് പഠിച്ചു വെച്ചോ. അവര് ഇട്ടേച്ച് പോകുന്നും വേണ്ട, അവരെ സ്വത്ത് കിട്ടണ്ടേ? അതൊന്നുമല്ല, അവരുണ്ടായിച്ച അവർക്ക് സ്വത്തുണ്ടെങ്കിലല്ലേ. ഫി ഹാദൽ ഫസ്ലി അടുത്ത ആൾ വായിക്കും. 9 വായിക്കും.
അവിടെ 10 പഴയ സ്റ്റുഡൻസ് ഉണ്ട്. വാർബത്ത് തുലാബിൻ 20, 4 പുതിയ സ്റ്റുഡൻസ്. അഷറ വായിക്കും. قميصا عندك يا إبراهيم دي ثمانية قمصان ഖുംസാനിൻ. കുംസാൻ എന്ന് വെച്ചാൽ എന്താ? ഖമീസിന്റെ ബഹുവചനം. قميصിന്റെ plural. ഓക്കെ. ഖമീസുൻ ഖുംസാനുൻ. ഖമീസിന്റെ ബഹുവചനമാണ് ഖുംസാൻ. 11. അടുത്ത ആള് ഹിന്ദി 11. റിയാലാനി ഖംസത്തു ഫുറൂഷി. ഖുറൂഷ് എന്താ? കിർഷിന്റെ ബഹുവചനമാണ് ഖുറൂഷ്. എന്തിനാ ഉസ്താദേ? കിർഷ് അതായത് നമ്മള് പൈസ ഉണ്ടായിരുന്നല്ലോ, ഇല്ല. പൈസ നാണയം. അതിന്റെ അതായത് പിന്നെ കേൾക്കല്ല. കിർഷ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എന്താണ്, നമ്മള് പൈസ എന്ന് പറയുന്നത് എന്താണ്? ഒരു രൂപ എത്ര പൈസയാണ്? 100 പൈസയാണ്. പക്ഷെ ഒരു റിയാല് 10 കിർഷാണ്. 10 കിർഷാണ്. ഹലാലല്ലേ? ഹലാല എന്താണ്? 100 ഹലാലയാണ്. 100 ഹലാലയാണ് ഒരു റിയാല്. അപ്പൊ കിർഷ് മുമ്പ് ഉപയോഗത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ പ്രയോഗത്തിലില്ല. അതുപോലെ ഫുലൂസ് ഉണ്ടോ? അത് പൈസ എന്നുള്ളതിനാണ് ഫുലൂസ് ആക്കിയത്. ഫുലൂസ് മാഫി അല്ലേ? ഫുലൂസ് ഫിൽസ് ഉണ്ടായിരുന്നു. അതായത് മറ്റേ എന്താന്ന് പറയാ, ഹലാലയ്ക്ക് പകരം ഫിൽസ് ഉപയോഗിച്ചിരുന്നു. ഒരു റിയാല് 100 ഫിൽസ് ആണ്. ഇപ്പോഴും വേണ്ടെന്നുള്ള ഫിൽസ് ഉണ്ടെന്ന് തോന്നല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ആ അർത്ഥത്തിലാണ് ഫുലൂസ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതേപോലെ പണം എന്ന അർത്ഥത്തിൽ ദിർഹമും ഉപയോഗിക്കാറുണ്ട്. ദിർഹം കോമൺ ആയിട്ട് പണം എന്ന അർത്ഥത്തില്. കാരണം ദിർഹം എന്ന വാക്കും ദിർഹമും ദീനാറും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പണം എന്ന അർത്ഥത്തിൽ ദിർഹമും ദീനാറും എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. മനിൽ മുഫ്ലിസ് എന്ന് ചോദിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരാണ് ബാങ്ക്രപ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. അത് പറയും അൽ മുഫ്ലിസ് ഫീന മല്ലാ ദിർഹമ ലഹു വലാ മതാ. അതിനിടയ്ക്ക് ദിർഹം ഇല്ലാത്തവനാണ്, പണം ഇല്ലാത്തവനെന്നർത്ഥം. എനിവേ, അപ്പൊ ഇവിടെ കിർഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ എന്തില്ല, ഉപയോഗത്തിൽ ഇല്ലെന്നാണ് എന്റെ അറിവ്. പക്ഷെ ഞാൻ എവിടെയോ ഈ കിർഷിന്റെ നാണയം കണ്ടിട്ടുണ്ട്, കോയിൻ. മുമ്പൊക്കെ എടുത്തു വെച്ചിരുന്നു, ഉണ്ടോന്നറിയില്ല. ഖുറൂഷ് എഴുതിയിട്ടുള്ള നാണയം കണ്ടിട്ടുണ്ട്. അത് അവിടെ നിന്നപ്പോ കയ്യിൽ കിട്ടിയതാണോ എന്നറിയില്ല. എന്തായാലും സംഭവം കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഉപയോഗത്തില്ലെന്നാണ് അറിവ്. ഇപ്പം പിന്നെ 25 പൈസ തന്നെ ഉണ്ടോന്ന് അറിയില്ല. റിയാൽ 25 ഹലാല ഉണ്ടോ ഇപ്പോഴും അറിയില്ല. മുമ്പ് ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ 5 ഹലാല ഉള്ളവർക്ക് പ്രൈസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5 ആഫ്റ്റർ യൂസ് ആയി, 5ഉം 10ഉം ഒക്കെ. 50 ഹലാലുണ്ട്. 50 ഹലാല നമ്മൾ ന്യൂസ് കാണും ഇപ്പോൾ. മറ്റേ കൈകാര്യം ചെയ്യാൻ പാടുണ്ട്. ഓക്കെ, കിട്ടും. അടുത്തത് സിനാശർ. അപ്പൊ ഉസ്താദ് മനസ്സിലാക്കി റിയാലിന്റെ ഡിവിഷൻ ആണോ ഈ കിർഷ് എന്ന് പറഞ്ഞ? കിർഷ് എന്ന് പറയുന്നത് എന്താണ്? 10ൽ 1ആണ്.
ഒരു പത്തിലൊന്ന്. റിയാലിന്റെ 10-1. ഓ അതായത് 10 ഹലാലയാണ് ഒരു തിർഷ്. ആ 10 ഹലാലയാണ് ഒരു തിർഷ്. ആയിരുന്നു. കാരണം ഇപ്പൊ ഉപയോഗത്തിലില്ലല്ലോ. നമ്മൾ ചക്രം എന്നൊക്കെ പറയാൻ അണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ചക്രം അണയൊക്കെ ഇപ്പൊ പോയ പൈസ. ഉപയോഗത്തിലില്ല. ആ കാലണയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാലണയ്ക്ക് ഉപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ അതൊക്കെ പോയി. കാലണ എത്ര പൈസയാണ് കാലണ? 25 പൈസയാണോ? അല്ലല്ല, അത് 1/4 രൂപയാണ്. ഓർമ്മല്ല. 25 പൈസ. കാലണ എന്ന് പറഞ്ഞാൽ 3 പൈസ. 8 അണയാണ് 50 പൈസ എന്ന് കേട്ടിട്ടുണ്ട്. 8 അണയാണ് 50 50 പൈസ പൈസ. 8 അണയാണ്. അതാണ് 4 അണയാണ് 4 3 12. 4 അണയാണ് 25 പൈസ. 25 പൈസ. അപ്പൊ എത്രയാണ്? 25 പൈസ. ആ, കാലണയാണ് 3 പൈസ. ഓ 3 പൈസ. അപ്പൊ 4 അണയാണ് 25 പൈസ. എനിവേ, പിന്നെ ചക്രം ഉണ്ടായിരുന്നു. ചക്രം റൗണ്ടിലുണ്ടാവും. അത് എത്ര പൈസ ഉണ്ടായിരുന്നു? അതൊക്കെ ഇപ്പൊ പോയി. അപ്പൊ ഈ ഹാഫിലെത്തി 12 വായിക്കും. في هذه الحافلة ഹാഫിലത്തി അശറത്തു റുക്കാബീൻ. അശറത്തു റുക്കാബിൻ. അതാണ് ഇന്നത്തെ പാഠം. റുക്കാബിൻ. ഈ ബസ്സിൽ 10 യാത്രക്കാരുണ്ട്. 10 യാത്ര പാസഞ്ചേഴ്സ് ഉണ്ട്. റുക്കാബ്. റുക്കാബിന്റെ ഏകോചനം എന്താണ്? റക്കബ. റാക്കിബ്. راكب റാക്കിബ്. റാക്കിബ്. അതാണ് ഇർക്കബ്. ഇർക്കബ് പറയുന്നത്. ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ ഇർക്കബ്? ഉണ്ട്. സൂറത്ത് മുത്തഫിഫീനിലാണോ സംശയം? മുത്തഫിഫീനിലില്ല. ആയത്ത് പറയും. റാക്കിബീൻ. ഇർക്കബ് റാക്കിബാണോ? ഇർക്കബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാ ബിനി ഇർകം മഅന. അതാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ നോക്കി വായിക്കണം. അവിടെ ബാ ഉണ്ട്. ഇർക്കബ് മഅന എന്നാണ്. പക്ഷെ ബായും മീമും കൂടെ ചേർത്തിട്ട് ഇർകം മഅന എന്നാണ് വായിക്കുന്നത്. അതല്ലേ? അതെ, അത് അതിന്റെ മറ്റൊരു രൂപമാണ്. ഞാൻ പറഞ്ഞ ഇർക്കബ് വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് അതിൽ റക്കിബു ഫിൽ ഫുൽക്കി ഉണ്ട്. റക്കബ ഇവിടെ വരുന്നതല്ലേ? നിരീക്ഷിക്കുന്നവനല്ലേ? സൂറത്തു നിസായിലായത്തായിട്ട് ആദ്യത്തായിട്ട് അവസാനം മറ്റേ നിരീക്ഷിക്കുന്നവനാണ് റിക്കാബ്. അതിതായത് എന്താ? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹഹാ വബഅസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅൻ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അതിനുശേഷമുള്ള അവസാനത്തെ ശരിയുള്ള റക്കിബ് എന്താണ്? റക്കീബ് സദാ നിരീക്ഷിക്കുന്നവൻ എന്നുള്ളതാണ് മനസ്സിലാക്കി. എന്താണ്? സദാസമയം നിരീക്ഷിക്കുന്നവൻ. റക്കീബ് അത് വേറെ. അത് ഖാഫാണ്. ഖാഫാണ്. ഖാഫ് ഡോട്ടറുള്ള ഖാഫ്. ഫക്ക് വേറെ. അത് ഫാവും കായാണ്. ഫക്ക് വേറെ, റക്കബ വേറെ. റക്കബത്തിന് ഖാഫാണ്. അത് അതെന്താണ്? പെരടിയല്ലേ? നോക്കി വായിക്കും. ഖുർആൻ വായിക്കുമ്പോൾ നോക്കി വായിക്കുക. അക്ഷരം ഡോട്ടുണ്ടോ, പുള്ളിയുണ്ടോ, വള്ളിയുണ്ടോ, വളച്ചെഴുതിയാണോ, ചരിച്ചെഴുതിയാണോ? അത് നമ്മൾ നോക്കി വായിക്കുമ്പോൾ എന്താണ് പിന്നെ എന്താണ് ഓരോ അക്ഷരത്തിന്റെയും കോലങ്ങൾ, രൂപങ്ങൾ എന്ത് ചെയ്യാൻ നമ്മളെ മനസ്സിൽ പതിയാണ്. ഓരോന്നിനും നമ്മളെ അവേദങ്ങൾ ഏതെല്ലാം രീതിയിലാണ് അത് പതിയുന്നത്, അതനുസരിച്ചാണ് അള്ളാഹ് നമുക്ക് പ്രതിഫലം തരുന്നത്. നമ്മളെ കണ്ണോടിച്ചങ്ങ് പോയിട്ട് എന്താ പറയാ പറഞ്ഞിട്ട് യാസീൻ അൽ ഖുർആൻ ഹക്കീം എന്നൊക്കെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ അത് നാവിലെ വെള്ളമറ്റില് മാത്രമേ ഉണ്ടാവും. അതേസമയം അത് ഫീൽ ചെയ്ത് ചിന്തിച്ച്
ചിന്തിച്ചാൽ ഹൃദയത്തിലുണ്ടാവും, ഫീൽ ചെയ്താൽ മനസ്സിലുണ്ടാവും. അത് ഓരോന്നും ചെയ്താൽ അതിലെ ഓരോ അണുവിനും പ്രതിഫലം കിട്ടും. അടുത്ത ഫിഹാഗത്തി അഷറത്ത് റുക്കാബിൻ. അടുത്ത സലാസ. എന്താണ് എന്താ അർത്ഥം? റക്കീബ കയറി, ഇർക്കബ് കയറൂ, റാക്കിബ് കയറുന്നവൻ, റുക്കാബ് റാക്കിബ് കയറുന്നവൻ, അതായത് കയറിയവൻ അല്ലെങ്കിൽ കയറുന്നവൻ, യാത്രക്കാരൻ, പാസഞ്ചർ എന്നൊക്കെ അർത്ഥങ്ങൾ. അർത്ഥത്തിലാണ് പിന്നെ റുക്കാബ് എന്നാണ് ഉപയോഗിക്കുന്നത്. റാക്കിബിന്റെ ബഹുജനമാണ് റുക്കാബ്. ബസ്സിൽ 10 യാത്രക്കാരുണ്ട് എന്നാണ് അർത്ഥം. അതെ, ഈ ബസ്സിൽ 10 യാത്രക്കാരുണ്ട്. ഹാഫിലത്ത് ബസ്, ഹാഫിലത്ത് ബസ്, ഹാഫിലത്ത് ബസ് കേട്ടോ. സാലിസ് അജിബൻ ലസ്ലത്തിലാത്തി മുസ്താനിലനിൽ അദദൽ മദ്കൂറ അമാമഹ. ഓരോന്നിന്റെ നേരെ എത്രയാണോ സംഖ്യ എഴുതിയിരിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് ഉത്തരം പറയണം. അൽ മിസാൽ, എക്സാമ്പിൾ, കം കിതാബൻ ഇൻദക. ചോദ്യമാണ്. ഹിന്ദി സലാസത്തു കുതുബിൻ. അവിടെ 3 എഴുതിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, കം അഖൻ ലക യാ ഹാമിദു. ഒരാൾ ഉത്തരം പറയും. ലീ ഖംസത്തു ഇഖ്വത്തിൻ. ലീ ഖംസത്തു ഇഖ്വത്തിൻ. ഇസ്നൈൻ. കം അമ്മൻ ലക യാ ലൈല. ലക്കി. കം അമ്മൻ ലക്കി യാ ലൈല. അമാമിൻ അർബഅതു ലീ അർബഅതു അമാമിൻ. അമാമിൻ എന്താ നിങ്ങൾ ഇത്രയും പ്രയാസം? ഖുർആൻ നിങ്ങൾ 100 പ്രാവശ്യം വായിച്ചില്ലേ? ഖുർആനിൽ എത്ര അൽമാം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഖുർആനിലെ അൽമാം വായിച്ചിട്ടുണ്ടോന്ന്? ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണോ? എവിടുന്നൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എവിടുന്നൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന്? അത് എളാപ്പാടെ വീട്ടിൽ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അങ്ങനെ അൽമാം ഉപയോഗിച്ചിട്ടുണ്ട്. ഔ ബുയൂത്തി അൽമാമിക്കും ഔ ബുയൂത്തി അമ്മാത്തിക്കും. അപ്പൊ അമ്മായിന്റെ വീട്ടിൽ നിന്നും കഴിക്കാം. ഇതൊക്കെ വളരെ കൗതുകമാണ്. നിങ്ങൾ അർത്ഥം വായിച്ച് ഖുർആൻ വായിച്ചാൽ, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ വായിച്ചാൽ. ഓക്കെ, ആ വായത്ത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ? അമാമ് അമ്മാത്തുണ്ടോ? അമ്മാത്ത് വായിച്ചിട്ടില്ലേ? അത് വായിച്ചിട്ടില്ല. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും വഖാലാത്തുക്കും അമ്മാത്തുക്കും. അപ്പൊ ഇനിയെങ്കിലും ഖുർആൻ നോക്കി വായിക്കണേ. ഓക്കെ, അടുത്തത് കം ഇബ്നൻ ലക യാ ശൈഖു. ലീ ഖംസത്തു അബ്നാഇൻ. സിത്തത്തു അബ്നാഇൻ. അടുത്തത് അറാബിയ, കം സുആലൻ ഫീ ഹാദ ദർസി. ഫീ ഹാദ ദർസി എന്ന് ചോദിച്ചാൽ എന്താ മറുപടി വരേണ്ടത്? ഫീ ഹാദ ദർസി എന്നല്ലെങ്കിൽ ഫീഹി എന്ന് പറയാം. സമാനിയത്തു. സുആലിന്റെ ബഹുവചനം എന്താ? സുആലാത്ത്. അസ്ഇലത്തിൻ. സുആൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ. ഇന്ത സുആൽ അല്ലേ? സുആൽ. സായിലുൻ ബിഅദാബിൻ വാഖിഇൻ പറഞ്ഞ പോലെ സുആൽ. ഫീഹി സമാനിയത്തു സുആലിൻ. അസ്ഇലത്ത് എന്താണ് ഇത്? അതേപോലെ സുആല് ഏകവചനം. സുആൽ എന്താണ്? അതിന്റെ ഏകവചനം പുല്ലിംഗമാണ് എന്ന അർത്ഥത്തിലാണ് അസ്ഇലത്തിന്റെ കൂടെ
സമാനിയത്ത് ഉപയോഗിക്കുന്നത്. സമാനിയത്തു അസ്ഇലത്തിൻ. ഓക്കെ, അടുത്തത് كم راكبا في الحافلة؟ في الحافلة എന്ന് പറയാൻ في الحافلة പകരം എന്ത് ഉപയോഗിക്കും? في حافلة في الحافلة പകരം എന്ത് ഉപയോഗിക്കും? هذه حافلة ഹാദിയല്ല, ഫീഹാ ഉപയോഗിക്കണം. ഹാദൽ ദർസ് എന്ന് പറഞ്ഞപ്പോ ഹാദയാണ് അവിടെ, അതുകൊണ്ട് ഫിലിമാണെന്ന് മനസ്സിലായി. അപ്പൊ ഫിൽ ഹാഫിലത്തി എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ഫിഹാ തിസ്അതു റുക്കാബിൻ. السادس كم ريال في جيبك؟ റുക്കാബി കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞാലും പോരെ ഫിൽ ഹാഫിലത്തി. അല്ല, അങ്ങനെ പോരാ. ചോദ്യം ഇതല്ലേ, അപ്പം ഫിഹ അതിൽ ഇത്രയുണ്ട് എന്നാ പറയേണ്ടത്. ഫിൽ ഹാഫിലത്തി പറയുമ്പോഴാണ് അങ്ങനെ വരിക കേട്ടാ. നമ്മള് ഫിദ്ദർസി എന്നൊക്കെ പറയില്ല, അവസാനമാണല്ലോ കൊണ്ടുവന്ന് വരൊക്കെ വയ്ക്കണേ. എവിടെ അതിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ ഫിദ്ദർസി ഫിൽ ഫസ്ലി എന്നൊക്കെ അവസാനം. അതെന്താണ്, അത് ഫോക്കസ് അനുസരിച്ചാണ്. ഫോക്കസ് അനുസരിച്ചാണ് നമ്മൾ മറുപടി പറയുന്നത്. ഇവിടെ ഫോക്കസിൽ ഇവിടെ ഫോക്കസ് എന്താ? രീതിയിൽ എത്ര ബസ്സിൽ എത്ര സ്റ്റുഡൻസ്, ബസ്സിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ടെന്നാണ്. അപ്പം അതിൽ ഇത്രയുണ്ട് എന്നാണ് പറയേണ്ടത്. ഓക്കെ, السادس كم ريال في جيبك؟ ഹംസയാണോ നിങ്ങളെ പുസ്തകത്തിൽ കിടക്കുന്നത്? സബഅത്തു റിയാലാത്തിൻ. അപ്പൊ റിയാൽ എന്നുള്ള ഏകവചനമാണ് നമ്മൾ പുല്ലിംഗമായിട്ട് പരിഗണിക്കുന്നത്. എന്നിട്ട് റിയാലാത്താണ് ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നത്. ജൈബിക്ക പറയുമ്പോ എന്താ മറുപടി പറയേണ്ടത്? സബഅത്തു. ജൈബ് എന്താ? നിങ്ങൾ മലയാളിയല്ലേ, മലയാളത്തിൽ ജൈബ് ഉപയോഗിക്കുമല്ലോ. ജൈബ് ഉപയോഗിക്കാറില്ല നിങ്ങളുടെ നാട്ടില്? ഇല്ല. നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ ഫാദറിനോടോ ഗ്രാൻഡ് ഫാദറിനോടോ ആർക്കും ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്റേഴ്സിനോടോ ബ്രദേഴ്സിനോട് ചോദിച്ചാൽ ജൈബ് എന്ന് ഉപയോഗിക്കാറില്ല. ജൈബ് ഉപയോഗിക്കാറില്ല ഇവിടെ. ചേപ്പ് എന്ന് പറയും. ചേപ്പ് ഇല്ല, ഇവിടെ അങ്ങനെ ഭാഷ അല്ല. ഉണ്ട്. ഞങ്ങളവിടെ അല്ല ഉസ്താദേ, തൃശ്ശൂർ ജില്ലയിലില്ല. നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും നിങ്ങളെക്കാളും മുതിർന്ന ആൾക്കാരുണ്ടാവും, അവിടെ ചോദിക്കും. എനിക്ക് പറയാൻ പറ്റില്ല. ആരും ഇത് ഇവിടെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരും ജൈബ് എന്ന് വാക്ക് കേട്ടിട്ടില്ല മലയാളത്തിൽ? സ്കൂളില് ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ട്, മലയാളത്തിൽ കേട്ടുള്ള ആരുമില്ലേ? ജൈബ് എന്നല്ല പറയാ, ജേബ് എന്നാണ് പറയാ. ജേബ് പറഞ്ഞ് ചേപ്പ് എന്നാണ് അത് പ്രയോഗത്തില് സംസാരത്തിൽ പറയാ. കേട്ടിട്ടില്ല. ഞങ്ങളവിടെ കീശ എന്നാ പറയാ. കീശ. ആ കീശയുണ്ട്. അതേപോലെ തന്നെ ചേപ്പുണ്ട്. അങ്ങനെ ഒരു വാക്ക് എറണാകുളത്തില്ല. ഉണ്ട്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഉറപ്പിച്ചു പറയും. ചെറുപ്പത്തിലുണ്ടാവും, നമ്മളെ ചെറുപ്പത്തിലൊന്നും ഇല്ല. നിങ്ങൾ എത്ര പ്രായമുള്ള എനിക്ക്? എവിടെയോ കേട്ടിട്ടുണ്ട് ജേബ്. ഭാഷാ ഉൽപ്പത്തി പഠിച്ച ആളായതുകൊണ്ടായിരിക്കും. അതെ, ഈ റഷീദ് സാറ് എന്റെക്കാളും ഒരുപാട് സീനിയറാ. ഞങ്ങളും നാട്ടിലൊന്നും കേട്ടിട്ടില്ല, മലപ്പുറം ജില്ലയിലൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ പോയിട്ട് നിങ്ങളെ പിന്നെ കൂടെ പഠിച്ച അല്ലെങ്കിൽ വേറെ ആരോടും ചോദിച്ചു നോക്കും. മോശം എന്നുള്ള അർത്ഥമുണ്ടോ? മോശം ജൈബ്
അത് വേറെ അത് വേറെ അത് വേറെ വാക്ക്. ഓക്കെ. ജൈബിന്റെ മീനിങ് മറക്കൂലാരും. ഇനി ആരും മറക്കൂല. സബ സുആൽ സാബിഅ. كم ثمن هذا الكتاب؟ ثمن هذا الكتاب كم ثمن هذا الكتاب എന്ന് പറയുന്നത് നമ്മൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഉത്തരം പറയാൻ കൂടെ പഠിക്കണം കേട്ടോ. നമുക്ക് സമനു ഹാദൽ കിതാബി എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പറയാം ഈ പുസ്തകത്തിന്റെ വില എത്രയെന്ന്. ഈ പുസ്തകത്തിന്റെ വില എന്ന് ചോദിച്ചാൽ അതിന്റെ വില ഇത്രയാണെന്ന് എങ്ങനെ പറയും? റിയാലുൽ അഷ്റ. اكتب العدد من 3 إلى 10 واجعل كل من الكلمات الآتية معدودا لها. അപ്പൊ ഇതാണ് നിങ്ങൾ എഴുതിയിട്ട് ഇന്ന് തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഇട്ടയ്ക്കുക. ടീച്ചർ ക്വസ്റ്റ്യൻ തരുന്നതിന് മുമ്പ് ഇത് തന്നെ എഴുതി അങ്ങ് ഇട്ടയ്ക്കുക. എന്താ എഴുതേണ്ടത്? അൽ അദദു മിൻ 3 ഇല 10. 3 മുതൽ 10 വരെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഇതെല്ലാം എഴുതണം. അപ്പോ 3 കുതുബിൻ, 4 കുതുബിൻ, 5 കുതുബിൻ, ഇങ്ങനെ 10 വരെ എഴുതണം. അതേപോലെ 3 അഖ്ലാമിൻ, 4 അഖ്ലാമിൻ, 5 അഖ്ലാമിൻ ഇല 10 അഖ്ലാമിൻ, 10 വരെ എഴുതണം. അതേപോലെ താജിർ 3 തുജാരിൻ, 4 തുജാരിൻ, 5 തുജാരിൻ, അവസാനം 10 തുജാരിൻ വരെ. 3 മുതൽ 10 വരെ, ഇടയ്ക്കൊന്നും വിടരുത്. 3 മുതൽ 10 വരെ. ഇജാൽ കുല്ലം മിനൽ കലിമാത്തിൽ ആതിയതി മഅദൂദൻ ലഹാ. റജുലിന്റെ ബഹുവചനം എന്താണ്? റിജാലുൻ. ഖുറാനിൽ 2 റിജാലുണ്ട്. 2 തരം റിജാല് കേട്ടിട്ടുണ്ടോ നിങ്ങള്? റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? റിജാലിന്റെ അർത്ഥം റിജാലുൻ ആണുങ്ങൾ. റിജാലു ഖവ്വാമൂന അലൻ നിസാഇ എന്ന് പറഞ്ഞിടത്ത് റിജാല് ആണുങ്ങളാണ്. പിന്നെ റിജാലൻ യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ എന്ന് പറഞ്ഞിട്ട് എന്താ? യഅതൂക റിജാലൻ എന്ന് പറഞ്ഞിട്ട് എന്താ? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ എന്ന് പറഞ്ഞ റിജാൽ എന്താണ്? അത് റിജലിന്റെ ബഹുവചനം റിജാൽ, നടക്കുന്നവരായിക്കൊണ്ട്. അതേപോലെ റിജാലൻ, റിജാലൻ പറഞ്ഞിട്ടുണ്ട്. വേറെ എവിടെ പറഞ്ഞിട്ടുണ്ട്? റിജാലൻ നടന്നുകൊണ്ട്, നടന്നുകൊണ്ട്. ഇവിടുത്തെ ബക്കറ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ അവിടെ 2 റിജാലും മനിസ എന്ന് പറഞ്ഞെടുത്ത് അത് വേറെ. തുടക്കത്തിലുള്ള റിജാലും മനിസ എന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും. അല്ലാതെ ബക്കറയിലുണ്ടെന്ന് എന്റെ ഓർമ്മ. റിജാലൻ നടന്നുകൊണ്ട് എന്ന അർത്ഥത്തില്, നാൾനടയായിക്കൊണ്ട് എന്ന അർത്ഥത്തില് റിജാൽ ഉപയോഗിക്കുന്നു. അതൊന്നിലധികം സ്ഥലങ്ങളുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് വായിക്കണം. ഖുറാൻ നോക്കി വായിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ നോക്കി വായിക്കുമ്പോൾ വളരെ ആകാംക്ഷാഭരിതമായിരിക്കും, ആശ്ചര്യപരമായിരിക്കും, കൗതുകകരമായിരിക്കും, ഇൻഫോർമേറ്റീവ്. ഓക്കെ. താലിബിന്റെ ബഹുവചനം പറഞ്ഞു. തുല്ലാബി റിയാൽ, റിയാലാത്ത്. തിർഷിന്റെ ബഹുവചനം എന്താണ്? ഖുറൂഷ്. അഖിന്റെ ബഹുവചനം യഖ്വത്തുൻ. അതേപോലെ യഖ്വാനുൻ. അപ്പോ 3 യഖ്വാനിൻ എന്ന് പറയാം, 3 യഖ്വത്തിൻ എന്ന് പറയാം. ഇബ്നിന്റെ ബഹുവചനം ഇവിടെ പറഞ്ഞ കുറെ വാക്കുകൾ ഇവിടെയും ബഹുവചനങ്ങളും ഏകവചനവും കൊടുത്തിട്ടുണ്ട്.
ജയ്ബ് നമ്മളെ ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ജയ്ബ് ഖുറാനിൽ ജയ്ബ് വായിച്ചിട്ടുണ്ടോ? ജുയൂബും ജയ്ബും ജുയൂബും ഉണ്ട്. ആ, ജുയൂബ് പെണ്ണുങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ളതാണ്, ജയ്ബ് ആണുങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഉസ്ലുക്ക് യദക ഫീ ജയ്ബിക എന്ന് പറഞ്ഞില്ലേ ഖുറാനിൽ? അതേപോലെ ജുയൂബ് പറഞ്ഞില്ലേ? എന്താണ്? ഹിജാബിന്റെ ആയത്തിലുണ്ടല്ലേ ജുയൂബ്. ആല ജുയൂബിഹിന്ന എന്ന് പറഞ്ഞില്ലേ? ഫൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ഉസ്ലുക്ക് യദക ഫീ ജയ്ബിക എന്ന് പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാമിയോട് എന്ത് പറഞ്ഞു? നിന്റെ പോക്കറ്റിലേക്ക് വെക്കാന്ന് പറഞ്ഞാൽ അവിടെ പോക്കറ്റല്ല, അതെ ജയ്ബിക എന്ന് പറഞ്ഞു. അപ്പം ജുയൂബിഹിന്ന എന്ന് പറഞ്ഞാൽ എന്താ? അവളുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് താഴ്ത്തിയിരട്ടെ എന്ന്. അതാണ് ജയ്ബ്, ജുയൂബ്. അപ്പൊ ഖുറാൻ നോക്കി വായിക്കുക, ഒരുപാട് സംഗതികൾ കിട്ടും. ഇതിലുള്ള ബഹുവചനത്തിനുള്ള ഏകവചന ബഹുവചനമൊക്കെ നമ്മൾ പറഞ്ഞു. ഹാഫിലും ഹാഫിലത്തും ഹാഫിലാത്തും, റിയാല് റിയാലാത്ത്, സമന്. സമൻ എന്താണ് എന്താണ് അർത്ഥം? സമന് വില. ബലദിൻ ബിലാദുൻ, ഉറുബ, അൽമാനിയ, ഉസ്നിയ. പിന്നെ അതേപോലെ നിങ്ങളുടെ പുസ്തകത്തിലുള്ള യൂഗോസ്ലാവിയ, യുനാൻ. യുനാൻ എന്താണ്? ജർമ്മനി. യുനാൻ ജർമ്മനി അല്ല. യുനാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ജർമ്മനി എന്നാണ് പറഞ്ഞത്. അൽമാനിയാണ് ജർമ്മനി. യുനാൻ എന്ന് പറഞ്ഞത് ഗ്രീസ് ആണ് കേട്ടോ. ഗ്രീസ്. ആ യുനാനി വരുന്നില്ലേ? യുനാനി വരുന്നു ഗ്രീസിൽ നിന്നുണ്ടെന്ന്. അൽ മാലീസിയ, മലേഷ്യ. മുഖ്തലിഫത്ത് എന്താ അർത്ഥം? വ്യത്യസ്തമായി. അഭിപ്രായ വ്യത്യാസം ഇഖ്തിലാഫാണ് കേട്ടോ. അതെ, മുഖ്തലിഫുൻ. അപ്പൊ എന്താണ് മുഖ്തലിഫുൻ? അഭിപ്രായ വ്യത്യാസമുള്ളവൻ മുഖ്തലിഫുൻ. പിന്നെ മുഖ്തലിഫുൻ അൽവാനുഹ ഉണ്ട്. ഫറൻസാന്റെ മേലുള്ളത്? ഫറൻസയുടെ മേലെ എന്താണ്? ബുസ്നിയ പറഞ്ഞു. ബുസ്നിയാണ് ഇവിടെ കിതാബിലുള്ളത്. നിങ്ങളുടെ കിതാബില് യൂഗോസ്ലാവിയ ആണുള്ളത്. യൂഗോസ്ലാവിയ. ഉറുബ എന്താണ്? ഉറുബ യൂറോപ്പ്. അൽമാനിയ, മാലേഷ്യ, മലേഷ്യ. അൽമാനിയ എന്താണ്? അൽമാനിയ ജർമ്മനി. യുനാന് ഗ്രീസ്. ചേപ്പ് മീനിങ് കേട്ടാ. ചേപ്പിന്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചേപ്പ് മീനിങ് ഇൻ ഇംഗ്ലീഷ് തരംതിരിക്കാത്തവ, അൺനോൺ. പിന്നെ അതില് പോക്കറ്റ് എന്നും അർത്ഥമുണ്ട്. ചേപ്പ്, അതാണ് ഞാൻ പറഞ്ഞത്. ജയ്ബ് എന്ന വാക്ക് മാറി മറിഞ്ഞാണ് ചേപ്പ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. ചേപ്പ് എന്ന മലയാളത്തിലുണ്ട്. ഓക്കെ.
ശരി, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മള് 19ാമത്തെ പാഠം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത സംഖ്യയുടെ വിശദീകരണത്തിലേക്കാണ് നമ്മൾ പിന്നീട് അടുത്ത 20ാമത്തെ പാഠത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഇതുവരെ പഠിച്ചത് എന്ത് ചെയ്യണം? സംഗതി സിമ്പിൾ ആണ്. നിങ്ങൾ ആവർത്തിച്ച് 2-3 പ്രാവശ്യം ആവർത്തിച്ച് വായിക്കണം. ഉറക്കെ വായിച്ചു കൊടുക്കും. ഓക്കെ, അപ്പുറത്ത് ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താൻ വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്ക് ഏകത്തെ രീതിയിൽ വായിച്ചാൽ മതി. നമസ്കാരത്തിൽ പറയുന്ന പോലെ അല്ല വായിച്ചു പഠിക്കേണ്ടത്. ഇന്നലെ ഉറക്കെ വായിച്ചു പഠിച്ചാൽ മനസ്സിൽ പതിയുള്ളെന്നാണ് പറയുന്നത്. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിന്റെ ഭാഷ നന്നായി പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അത് ഈ ലോകത്തേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനും പരലോകത്തേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനും അതിലൂടെ അനന്തമായി കിടക്കുന്ന നോളജ് കരസ്ഥമാക്കാൻ, വിവരങ്ങൾ, ഇൻഫർമേഷൻ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദീനിയായതും ദുന്യവിയുമായതുമായ ഒരുപാട് നോളജ് അറബി ഭാഷയിൽ കിടക്കും. അറബി ഭാഷയിൽ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ നമ്മൾ പല സംഗതികളും കോപ്പിറൈറ്റും നമ്മള് പേ ചെയ്തൊക്കെ കിട്ടുന്ന സംഗതികളൊക്കെ അറബിയിൽ അടിച്ച് ടൈപ്പ് ചെയ്ത് കയറ്റി വിട്ടിട്ടുണ്ട്. ചില ആൾക്കാർ മെനക്കെട്ടുന്ന അവിടെ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളും ടൈം വേസ്റ്റ് കുറവായതുകൊണ്ട് അവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ ആൾക്കാർ മെനക്കെട്ടിരുന്ന് ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്, അടിച്ച് കയറ്റിയിട്ടുണ്ട്. കുറെ ആൾക്കാർ ട്വിറ്ററിലെല്ലാം സ്കാൻ ചെയ്ത് ഫ്രീ ആയിട്ട് കോപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സംഗതികൾ നമുക്ക് അറബിയിൽ കിട്ടും. പിന്നെ കൂടാതെ ഖുറാൻ, ഇസ്ലാമിക നോളജ്, ഒരുപാട് സംഗതികൾ നമുക്ക് കിട്ടാത്ത ഒരുപാട് നോളജ് ഉണ്ട്. നമ്മൾ വെറുതെ കുറെ പ്രസംഗങ്ങളും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട അറിവുകളൊന്നും ദീനിലുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നില്ല. ആ അറിവുകളൊക്കെ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് അറബി ഭാഷ ഉപയോഗപ്പെടുത്താൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. യാ റഹ്മാൻ റഹീം സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.